കഴിഞ്ഞ ദിവസം വേൾഡ് കിഡ്നി ഡേ സെലിബ്രേറ്റ് ചെയ്തു. അപ്പം ഒരുപാട് റീൽസ് കണ്ടു. ഈ വേൾഡ് കിഡ്നി ഡേന് ഡയാലിസിസ് ടെക്നീഷ്യന്മാരൊക്കെ റിലേറ്റ് ചെയ്തിട്ട്. സത്യം പറഞ്ഞാൽ എത്ര പേര് ഈ ഡയാലിസിസ് ടെക്നീഷ്യന്മാരുടെ ഡ്യൂട്ടീനെ പറ്റിയിട്ട് കൺസേൺ ആയിട്ടുണ്ട്? എത്ര പേർക്കറിയാം? പുറത്തുനിന്ന് കാണുന്നവർക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഒരു അവരെന്താ പറയുന്ന സ്റ്റാർട്ട് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, പിന്നെ അവർ ഫ്രീ ആയി കുത്തിരിക്കുന്ന മാതിരിയാണ് എല്ലാവരുടെയും ഒരു സംസാരം. ഇവൻ ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വരെ സംസാരിക്കുന്ന ഒരു സംസാരമുണ്ട്. നിങ്ങൾക്ക് സുഖമാണല്ലോ, നിങ്ങൾക്ക് പേഷ്യന്റ് വന്നാൽ നോക്കാം, പിന്നെ അവരെ പറഞ്ഞയക്കാം. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് അവിടെ വെറുതെ കുത്തിരിക്കല്ലേ ചെയ്യുന്നതെന്ന്. പക്ഷേ അത് എന്താണ് ഈ ഡയാലിസിസ്, എന്താണ് അതിന്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് ശരിക്കും അറിയാത്ത കിഴങ്ങന്മാരാണ് അങ്ങനത്തെ വേ ഓഫ് ടോക്കിൽ നമ്മളോട് സംസാരിക്കും. മറ്റ് ഡിപ്പാർട്ട്മെന്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഈ ഡയാലിസിസുകാർ, അതേപോലെ തന്നെ റേഡിയോളജി, ആ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കൊക്കെ വരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളും പേഷ്യൻറ്റും തമ്മിലുള്ള ബോണ്ടിങ് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം നമ്മളെ വാർഡിൽ ഒരു 3-4 ദിവസം വന്ന് അഡ്മിറ്റ് ചെയ്ത് പോകുന്ന പേഷ്യൻറ്റിൻ്റെ മാതിരിയല്ല ഡയാലിസിസിനും ഈ കീമോ ചെയ്യാനൊക്കെ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത്. അവർ നമ്മൾ തമ്മിൽ ഒരു നല്ല ബോണ്ടിങ് ഉണ്ടായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയാലിസിസ് യൂണിറ്റിൽ നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്ത് കാൽക്കുലേറ്റും ചെയ്ത് മെഷീൻ അങ്ങ് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഡയാലിസിസ് അങ്ങ് തീരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിൻ്റെ ഇടയിൽ പേഷ്യൻ്റ് സൈഡിൽ വരുന്ന കോംപ്ലിക്കേഷൻസും ഉണ്ട്, അതേപോലെ തന്നെ മിഷൻ സൈഡിൽ വരുന്ന കോംപ്ലിക്കേഷൻസും ഉണ്ട്. പേഷ്യൻ്റ് സൈഡിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ BP, ഷുഗർ അതിനെ റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പേഷ്യൻ്റ് ബ്ലഡ് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. അല്ലെങ്കിൽ പേഷ്യൻ്റ് സ്ട്രോക്കിൽ പോകാം, കാർഡിയാക് അറസ്റ്റിൽ പോകാം, എന്ത് വേണമെങ്കിലും സംഭവിക്കും. അപ്പം എന്നെ പഠിപ്പിച്ച ഒരു ബ്രദറുണ്ട്, അലക്സ് ബ്രദർ. പുള്ളിക്കാരൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുപാട് ചുഴികളുള്ള ശാന്തായി കിടക്കുന്ന ഒരു സമുദ്രം പോലാണ് ഡയാലിസിസ് എന്നാണ് എപ്പോഴും ബ്രദർ പറയാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഡയാലിസിസ് യൂണിറ്റിലും ഓരോ പേഷ്യൻസും ഫേസ് ചെയ്ത് വരുന്ന കോംപ്ലിക്കേഷൻസ്, നമ്മൾ അത് സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ നമ്മളിങ്ങനെ ഓരോന്ന് കണ്ട് പഠിച്ചു വരുമ്പോൾ നമുക്ക് കറക്റ്റ് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ബ്രദർ പറഞ്ഞത് 100% കറക്റ്റ് ആണെന്നുള്ളത്. ഒരുപക്ഷെ നമ്മളെ ബാച്ചിൽ പഠിച്ച, അല്ലെങ്കിൽ ബ്രദർ പഠിപ്പിച്ച എല്ലാവരും ഈ ഒരു വാക്ക് എന്തായാലും എല്ലാവർക്കും അറിയാൻ മതിയാവും. കാരണം ബ്രദർ അങ്ങനെ ടൈറ്റിൽ ചെയ്ത് പഠിപ്പിച്ച ഒരു വാക്കാണ്. ഒരുപാട് ചുഴികളുള്ള എന്നാൽ ശാന്തായി കിടക്കുന്ന ഒരു സമുദ്രം പോലാണ് ഡയാലിസിസ് എന്നുള്ളത്.